നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ പ്രൊഫസർ അലിയാർ. ഞാൻ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുന്നത് ഒരു കാർ വാങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. 1990 അവസാനം 91 കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. പ്ലാറ്റ്ഫോം ഗിയറുള്ള ഒരു അംബാസഡർ വണ്ടിയാണ് ഞാൻ ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഗിയറുള്ള ഒരു അംബാസഡർ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ചു. ഒരു മാസക്കാലത്തോളം ഡ്രൈവിംഗ് പഠിച്ചു, ടെസ്റ്റ് നടത്തി, ലൈസൻസും കരസ്ഥമാക്കി. ഇതേസമയം ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി KLM 3600 എന്ന് പറയുന്നൊരു വണ്ടി കണ്ടെത്തി, അത് വാങ്ങി. ആ വണ്ടിയുടെ ബോഡി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. മെറ്റഡോർ ഡീസൽ എഞ്ചിൻ കയറ്റാനായിരുന്നു പരിപാടി. അങ്ങനെ പുതിയ മെറ്റഡോർ ഡീസൽ എഞ്ചിൻ വാങ്ങി വണ്ടി റെഡിയാക്കി നിരത്തിലിറക്കി. ആദ്യം തന്നെ ഞാനൊരു ഡ്രൈവറെ വെച്ചിരുന്നു. ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരിക്കൽ ഞാൻ സംസ്കൃത കോളേജ് വരെ വണ്ടി സുഖമായിട്ട് ഓടിച്ചു പോയി. മറ്റൊരവസരത്തിൽ ഞാൻ നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടിക്കുകയായിരുന്നു. ഡ്രൈവർ എൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ട്. എൻ്റെ വണ്ടിയുടെ മുമ്പേ പോയ ട്രാൻസ്പോർട്ട് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. നമുക്ക് ഈ പരിചയക്കുറവുണ്ട്. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം എൻ്റെ അടുത്തിരുന്ന ഡ്രൈവർ എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിന്നു. തൊട്ടില്ല എന്ന മട്ടിൽ വണ്ടി നിന്നു. ഞാൻ പിന്നെ മാറി, ഡ്രൈവർ ഓടിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ വണ്ടി ഓടിച്ചിട്ടില്ല. കാരണം ഇതൊരു പരിചയത്തിൻ്റെയും മനസാന്നിധ്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം കൂടിയാണ്. അതിനുശേഷം ഇന്നുവരെ ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല. ഡ്രൈവറെ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അതൊരു രസകരമായ ഒരു അനുഭവമാണെന്ന് തോന്നുന്നു. 1982-83 കാലത്ത് ഞങ്ങളൊന്ന് സൗവർണിക എന്ന് പറയുന്ന നാടകം ധാരാളമായി കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ആ നാടകത്തിലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് സംഗീതം. അദ്ദേഹം ആദ്യ അവസാനം സ്റ്റേജിൻ്റെ അരികിലുണ്ടാവും. നടൻ മുരളി അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. സൗവർണിക എന്ന് പറയുന്ന നാടകം തൃപ്രയാറിലാണ് നാടകം കളിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് രാവിലെ പുറപ്പെട്ടു. പക്ഷേ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു സ്കൂൾ കുട്ടി വാനിന് കുറുകെ എടുത്ത് ചാടിയിട്ട് മറിഞ്ഞു വീണു. കാര്യമായ അപകടം സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ എല്ലാം കൂടെ ചാടി ഇറങ്ങി കുട്ടിയെ കൊണ്ട് അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. മറിഞ്ഞു വീണ് ഒന്ന് രണ്ടിടത്ത് തൊലി പോയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഡോക്ടറാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ നാടകം തൊഴിലായി സ്വീകരിച്ച് നടക്കുന്നവരല്ല, എല്ലാവർക്കും ജോലിയുള്ളവരുമൊക്കെയാണ്. ഒരു കൗതുകത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നാടകം കളിക്കാൻ പോകുന്നവരാണ്. എങ്കിലും ഈ കുട്ടിക്ക് എന്തെങ്കിലും ചികിത്സയും സഹായവും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ കുട്ടിയുടെ ബന്ധുക്കളും ചില ആളുകളും എല്ലാം കൂടെ വന്നിട്ട് 3000 രൂപ തന്നാലേ നിങ്ങളെ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേളം ഉണ്ടാക്കി. ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ വാക്ക് തർക്കവും. പിന്നെ കുട്ടിയുടെ ബന്ധുക്കളെ ഒരമ്മാവന് സ്കൂൾ അധ്യാപകരുണ്ട്, അദ്ദേഹം വരണം. ഇങ്ങനെ പറഞ്ഞു വളരെ താമസിച്ചു ഞങ്ങൾ അവിടുന്ന് പുറപ്പെടാൻ. ചുരുക്കം 7 മണിക്ക് നാടകം വെച്ചിരിക്കുകയാണ് തൃപ്രയാർ. ഞങ്ങൾ 7 8 ഏകദേശം 9 മണിയോടടുക്കുന്നു ഞങ്ങൾ തൃപ്രയാറിലെത്തുമ്പോൾ. അപ്പോഴേക്കും നാടകം ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സംഘാടകർ പ്രേക്ഷകരെയെല്ലാം ടിക്കറ്റ് എടുത്ത് വന്നവരെല്ലാം പിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ ചെന്നിറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവന്മാർ നാടകക്കാരാണ്, കഥയുണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാനുമൊക്കെ ചെറിയൊരു ശ്രമമുണ്ടായിരുന്നു. പക്ഷേ സംഘാടകർ ഇടപെട്ട് അത് കുഴപ്പമില്ലാതെ പര്യവസാനിച്ചു. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ അവിടെ പോയി നാടകം കളിക്കുകയും നല്ല രീതിയിൽ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ ഈ നാടക സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില രസകരമായ യാത്രകൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കുറച്ച് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമെന്ന് പറയുന്നത് എല്ലാ താരങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനും ചിത്രങ്ങളിൽ അഭിനയിക്കാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഒരു സൗഹൃദത്തിൻ്റെ വലിയ അന്തരീക്ഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നത് നടന്മാരുടെ കൂട്ടത്തിൽ
പപ്പേട്ടൻ, കുതിരവട്ടം പപ്പു, മഹാനായ നടനാണ്. അദ്ദേഹവും അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ ചിലപ്പം ഏതാനും ദിവസങ്ങളിൽ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഡബ്ബിങ്ങിന് വന്നാലും ചിലപ്പോൾ എന്നെ വിളിക്കും. ഞങ്ങൾ ഒന്നിച്ചെവിടെയെങ്കിലും ഏതെങ്കിലും സെറ്റിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ കൂടെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകും. വലിയ ഭക്ഷണപ്രിയനാണ്. ഏതെങ്കിലും നഗരത്തിലോ നഗരപ്രാന്തങ്ങളിലോ അല്ലാതെ ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചില കടകൾ കണ്ടുവയ്ക്കും, ചെറിയ കടകൾ. അവിടെ കിട്ടുന്ന നല്ല ഭക്ഷണം എന്താണെന്ന് നോക്കി വയ്ക്കും. പലപ്പോഴും എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ നല്ല ഭക്ഷണമൊക്കെ വാങ്ങിത്തരും. അപ്പോൾ അദ്ദേഹമായിട്ട് അങ്ങനെ ഒരുപാട് സിനിമകളുടെ സമയത്ത് ഒന്നിച്ചു പോകാനും സൗഹൃദം പങ്കുവയ്ക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു കൊമേഡിയനായിരുന്നു. നല്ല ആർട്ടിസ്റ്റ്, നല്ല മനസ്സിനുടമ. മറ്റൊരു സന്ദർഭത്തിൽ പല പ്രാവശ്യവും മമ്മൂട്ടിയോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും അവിസ്മരണീയമെന്ന് പറയാവുന്ന ഒരു അനുഭവം ഞങ്ങൾ വിധേയൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കർണാടകയിലായിരുന്നു, പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരുപാട് താരങ്ങളൊന്നുമില്ല. മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ താരങ്ങളായിട്ട് അധികം ആളുകളൊന്നുമില്ല. ഗോപകുമാർ ഉണ്ട്, ഞങ്ങളുടെ നാടക സംഘത്തിൽ തന്നെ MK ഗോപാലകൃഷ്ണനുണ്ട്, ഞാനുണ്ട്, PC സോമനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. രാത്രി അധികം ഷൂട്ടിങ്ങും ഇല്ല. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ പട്ടേലരുടെ വീടും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. അത് മെയിൻ റോഡിൽ കുറേ വണ്ടി ഓടിച്ചു പോകണം. മമ്മൂട്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു 118 NE എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ സ്ഥിരം യാത്രക്കാരും ഞാനും ഗോപകുമാറുമാണ്. MR ഗോപകുമാറും ഞാനും ഈ വണ്ടിയിലുണ്ടാവും. രാവിലെയും വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര. വൈകുന്നേരങ്ങളിൽ മടങ്ങി വരുമ്പോൾ രസകരമായൊരു അനുഭവം, ഒരു വലിയ പുഴ ഈ റോഡിനരികിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞങ്ങളതൊരു പ്രത്യേക സ്ഥലത്ത് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യയോടടുക്കും. അവിടെ ഇറങ്ങി നല്ല കുശാലായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പോരുന്നത്. 2-3 ദിവസം അവിടെ ഇങ്ങനെ നോക്കിയപ്പം സ്ഥിരമായിട്ടൊരാൾ അവിടെ ഇരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ അയാൾ ബധിരനും ഊമയുമാണ്. അങ്ങനെ ഒരാൾ അവിടെ മിക്കവാറും സമയം കാണും. അപ്പോൾ അവസാനം ഞങ്ങൾ കുളിക്കുന്ന കടവിന് പൊട്ടൻകടവ് എന്ന് പേരുമിട്ട് മിക്ക ദിവസങ്ങളിലും അവിടെ ഇറങ്ങി കുളിച്ചിട്ട് പോരുന്ന രസകരമായൊരു ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹം ഡ്രൈവിങ് വലിയ ഹരമായിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നതും രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നടൻ മുരളി ആധാരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആ പടത്തിൽ 2-3 സീനിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിലമ്പൂരായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. ഒരു ദിവസം മുമ്പേ ഞാൻ ചെന്ന് അവിടെ താമസമായി. കാരണം കിരീട ഉണ്ണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉണ്ണിയുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ലോഹിദാസാണ് അത് എഴുതിയിരിക്കുന്നത്, കിത്തു സംവിധാനം. ഞങ്ങളൊരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും മുരളിയും കൂടി തിരിച്ചു വരികയായിരുന്നു. തിരിച്ച് വരുന്ന അവസരത്തിൽ അന്ന് താമസിക്കുന്നത് തിരിച്ചു വരുന്ന പെരിന്തൽമണ്ണയോ മറ്റോ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു മുരളിക്ക്. അങ്ങനെ എന്തോ ആണ്. രാത്രിയിൽ ഷൊർണൂരേക്ക് തിരിച്ചു വരിക, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന അവസരത്തിൽ പാതിരാത്രിയായി, 2 മണിയെ കഴിഞ്ഞു. ഏതാണ്ട് പെരിന്തൽമണ്ണ ആ ഭാഗത്ത് എവിടെയോ വന്നപ്പോൾ ഞങ്ങൾ വന്ന ഒരു അംബാസഡർ കാറാണ്, അത് കേടായി. രാത്രി എന്ത് ചെയ്യും? അവിടെ നിൽക്കുകയാണ്. ഒരു തരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞങ്ങളിറങ്ങി റോഡിൽ വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വന്നു, കൈ കാണിച്ചു. രാത്രി റോഡിൻ്റെ അരികിൽ നിന്ന് കൈ കാണിച്ചാൽ പലപ്പോഴും വണ്ടി നിർത്തുകയില്ല. ആരാണ്, അപകടകാരികൾ വല്ലതും ആണോന്നറിയാതെ അവർ വണ്ടി വിട്ടുപോയി. പിന്നെ ഒരു വണ്ടി വന്നപ്പോൾ അയാൾ വണ്ടി കൈ കാണിച്ചപ്പോൾ നിർത്തി. അപ്പം ഞങ്ങൾ മുരളിയെ കണ്ടപ്പോൾ മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, തൊട്ടടുത്ത് ഞാൻ പോയിട്ട് ടാക്സി കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ ഞാൻ വണ്ടി പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പോയിട്ട് ടാക്സി പറഞ്ഞു വിട്ട് വെളുപ്പങ്കലമായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഷൊർണൂരെത്തി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ സമയം പാതിരാത്രിയിൽ വണ്ടി കിട്ടാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചു നിന്ന ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുന്നു.
ഇന്നിപ്പോൾ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും നൂറുകണക്കിന് വാഹനങ്ങളാണ്, കാറുകളാണ് നമ്മുടെ സിറ്റിയിൽ തന്നെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിത്യേന ഒരുപാട് റോഡ് അപകടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നത്ര കുറച്ചുകൂടി ശ്രദ്ധിച്ചും സാവകാശവും വാഹനം ഓടിക്കണമെന്നാണ്. പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികൾ. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇടയിലൂടെയൊക്കെ എങ്ങനെയോ കടന്നു കയറി പോവുകയാണ്. എത്രയോ ജീവനുകളാണ് ഈ റോഡ് അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് വളരെ വിലപ്പെട്ട ജീവനുകൾ പലതും റോഡ് അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആളുകളുടെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, നമ്മൾ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ടും അപകടം ഒഴിവാകില്ല, എങ്കിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടെ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കണം എന്ന താല്പര്യത്തോടു കൂടി, ഒരപകടവും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണമെന്നാണ് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്.